വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാപ്പനീസ് ഹൈക്കു മാസ്റ്റർ ആയിട്ടുള്ള മാറ്റ്സോ പാഷയുടെ ഇൻ ക്യോട്ടോ അതുപോലെ ദ ഓൾഡ് പോണ്ട് എന്ന രണ്ട് ഹൈക്കു പോയത്തിനെ പറ്റിയിട്ടാണ്. പോയത്തിന്റെ സമ്മറിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഹൈക്കു പോയത്തിനെ പറ്റിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാം. സോ എന്താണ് ഹൈക്കു പോയംസ്? 5-7-5 സിലബിൾ സ്ട്രക്ചറിലുള്ള 3 വരികളിലായി രചിക്കപ്പെട്ട ഒരു പരമ്പരാഗത ജാപ്പനീസ് കവിതാ രൂപമാണ് ഹൈക്കു. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഫസ്റ്റത്തെ ലൈനിൽ 5 സിലബിൾസും പിന്നത്തെ ലൈനിൽ 7 സിലബിൾസും പിന്നത്തെ ലൈനിൽ 5 സിലബിൾസും ആയിട്ട് ആകെ 17 സിലബിൾസിന്റെ സ്ട്രക്ചറിലുള്ള ഒരു ട്രഡീഷണൽ പോയത്തിനെയാണ് ഹൈക്കു എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നാച്ചർ, സീസൺ, ഇമോഷൻസ് എന്നിവയെ കുറിച്ചാണ്. സോ ഇനി നമുക്ക് ഇൻ ക്യോട്ടോ എന്ന ഹൈക്കു പോയത്തിന്റെ സമ്മറിയിലോട്ട് കടക്കാം. സോ ഈ പോയം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡീപ്പ് ലോങ്ങിങ് ആൻഡ് നൊസ്റ്റാൾജിയ. ക്യോട്ടോ എന്ന ജാപ്പനീസ് സിറ്റിയിലാണ് ഈ കവിത സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിസിക്കലി ക്യോട്ടോയിൽ പ്രസന്റ് ആണെങ്കിൽ പോലും കുയിലിന്റെ വിളി കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്, ആരാണ് ഇവിടെ അദ്ദേഹം, ബാഷോക്ക് വീണ്ടും മനസ്സിൽ ക്യോട്ടോയോട് ആഗ്രഹം തോന്നുകയാണ്. എന്താണ് ഇതിലൂടെ പറയുന്നത്? അദ്ദേഹം അവിടെ പ്രസന്റ് ആണ്, ബട്ട് സ്റ്റിൽ അദ്ദേഹം ഈ ക്യോട്ടോനെ കുറിച്ചിട്ട് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വരികളിലെ പാരഡോക്സ് സജസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ക്യോട്ടോ സിറ്റിയോടുള്ള ഇമോഷണലും സ്പിരിച്വലുമായിട്ടുള്ള അറ്റാച്ച്മെന്റിനെയാണ്. ഇവിടെ കുയിലിന്റെ ശബ്ദത്തെ പാസ്റ്റ് എക്സ്പീരിയൻസും ഇമോഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഹൈക്കുവിലോട്ട് കടക്കാം. ദാറ്റ് ഈസ് ദ ഓൾഡ് പോണ്ട്. ബാഷോയുടെ ഏറ്റവും പ്രശസ്തമായ ഹൈക്കുകളിൽ ഒന്നാണ് ദ ഓൾഡ് പോണ്ട് എന്നത്. ഒരു പഴയ കുളത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചലനത്തിന് മുമ്പുള്ള ശാന്തതയാണ് ആദ്യം വിവരിക്കുന്നത്. ആ ശാന്തമായുള്ള കുളത്തിലോട്ട് പെട്ടെന്ന് ഒരു തവള ചാടുകയാണ്. അതോടെ ആ കുളത്തിന്റെ ശാന്തത ഇല്ലാതാവുകയും ചെയ്യുന്നു. പിന്നീട് ചെറിയ തടസ്സത്തിന് ശേഷം കുളം ശാന്തമാവുകയും ചെയ്യുന്നു. ഈ ഒരു ഓൾഡ് പോണ്ട് എന്ന ഹൈക്കു പോയത്തിലൂടെ സെൻ ബുദ്ധിസത്തിലെ എസൻസുകളെയാണ് ബാഷോ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് ചലനവും നിശബ്ദതയും തമ്മിലുള്ള ബാലൻസിനെയാണ് ഇവിടെ കവി നമുക്ക് മുന്നിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സോ ഇതാണ് ഈ രണ്ട് ചെറിയ ഹൈക്കു പോയത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ഇൻഫോർമേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.